ഇത്ര സമ്മർദ്ദമുള്ളപ്പോഴും ഇറാൻ എന്തുകൊണ്ട് കീഴടങ്ങുന്നില്ല എന്നതിനെക്കുറിച്ച് ട്രംപ് ആശ്ചര്യപ്പെടുന്നതായി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. ശനിയാഴ്ച ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വിറ്റ്കോഫിന്റെ പ്രതികരണം. ഇറാന്റെ ആണവ പദ്ധതിയിൽ ഒരു കരാർ ഉണ്ടാക്കാത്ത പക്ഷം പരിമിതമായ സൈനികാക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ പ്രതികരണം. ഞാൻ നിരാശ എന്ന വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം തനിക്ക് ധാരാളം ബദലുകൾ ഉണ്ടെന്ന് ട്രംപിന് അറിയാം. പക്ഷേ ഈ സമ്മർദ്ദത്തിനിടയിൽ അവിടെയുള്ള സൈനിക നാവിക ശക്തിയുടെ വ്യാപ്തി കണ്ടിട്ടും ഇറാൻ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആയുധം വേണ്ട എന്ന് അമേരിക്കയോട് പറയുന്നില്ല? അവരെ ആ സ്ഥാനത്തെത്തിക്കാൻ ബുദ്ധിമുട്ടാണെന്നും വിറ്റ്കോഫ് കൂട്ടിച്ചേർത്തു. ഇറാൻ ആണവായുധോൽപാദനത്തിന് അടുത്തെത്തിയിരിക്കുന്നതായും വിറ്റ്കോഫ് സൂചന നൽകുന്നുണ്ട്. തെഹ്റാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം ഏകദേശം 60% ശുദ്ധിയിലെത്തിയിരിക്കുന്നു. സിവിലിയൻ ആണവോർജ്ജത്തിന് ആവശ്യമായതിനേക്കാൾ വളരെ കൂടുതലാണിത്. അവർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഔദ്യോഗിക ബോംബ് നിർമ്മാണ സാമഗ്രികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് ശരിക്കും അപകടകരമാണെന്നും ഫോക്സ് ന്യൂസിനോട് സംസാരിക്കവേ വിറ്റ്കോഫ് പറഞ്ഞു. വാഷിംഗ്ടൺ ഇറാനോട് സമ്പുഷ്ടീകരണം നിർത്താനും ഉയർന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം സ്റ്റോക്ക് കൈമാറാനുമാണ് ആവശ്യപ്പെടുന്നത്. ഇറാൻ ഇത് ആവർത്തിച്ച് നിരസിച്ചു. തങ്ങളുടെ പദ്ധതി സമാധാനപരമാണെന്നും ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി പ്രകാരമുള്ള പരമാധികാര അവകാശമാണെന്നുമാണ് ഇറാന്റെ വാദം. ഇറാന്റെ ഉന്നത നേതാക്കളും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. തെഹ്റാൻ ബലപ്രയോഗ തന്ത്രങ്ങൾക്ക് വഴങ്ങില്ലെന്നും ബാഹ്യസമ്മർദ്ദത്തിനെതിരെ ദേശീയ ഐക്യം ഉറപ്പാക്കുമെന്നും പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പറഞ്ഞു. തെഹ്റാൻ സാധ്യമായ വിട്ടുവീഴ്ചകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ നീക്കുകയും സമ്പുഷ്ടീകരണ അവകാശത്തിന് അംഗീകാരം നൽകുകയും ചെയ്താൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്നും പെഷസ്കിയാൻ വ്യക്തമാക്കി.